അമേരിക്കൻ പൗരനായ ഒരാളെ വിവാഹം കഴിച്ചാൽ വളരെ എളുപ്പത്തിൽ അവിടെ ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും സ്വന്തമാക്കാമെന്നായിരുന്നു ഇതുവരെയുള്ള പൊതുവായ ധാരണ. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ യുഎസിൽ സ്ഥിരതാമസമാക്കാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും സുരക്ഷിതമായ നിയമപരമായ മാർഗവും ഇതുതന്നെയായിരുന്നു. എന്നാൽ ആ വിചാരം ഇനി മാറ്റിവെക്കേണ്ടി വരും. യുഎസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം ടേമിലും അധികാരത്തിലെത്തിയതോടെ യുഎസ് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ അഴിച്ചുപണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുഎസ് പൗരന്മാരെ വിവാഹം കഴിച്ച വിദേശികളായ പങ്കാളികൾക്ക് പോലും ഇപ്പോൾ കടുത്ത നിരീക്ഷണങ്ങളും നാടുകടത്തൽ ഭീഷണിയും നേരിടുകയാണ്. നിയമപരമായ വിവാഹങ്ങൾ പോലും ട്രംപ് ഭരണകൂടം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പുതിയ നയമാറ്റം ആരെയൊക്കെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ പുതിയ നയമാറ്റം എന്ന് നോക്കാം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം യുഎസ് ഇമിഗ്രേഷൻ വകുപ്പായ USCIS ഗ്രീൻ കാർഡ് ഇന്റർവ്യൂകളിൽ കർശന പരിശോധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപ് വീണ്ടും അധികാരമേറ്റത് മുതൽ ഇമിഗ്രേഷൻ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. 75 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇമിഗ്രന്റ് വിസകൾ താൽക്കാലികമായി നിർത്തിവെച്ചതും നാടുകടത്തപ്പെടേണ്ടവരുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചതുമെല്ലാം ഇതിൽ ചിലത് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ പ്രിവിലേജ്ഡ് ക്ലോസ് അഥവാ പ്രത്യേക പരിഗണന ലഭിച്ചിരുന്ന യുഎസ് പൗരന്മാരുടെ പങ്കാളികളെയും മറ്റ് സാധാരണ ഇമിഗ്രന്റുകളെ പോലെ തന്നെയാണ് ട്രംപ് ഭരണകൂടം കാണുന്നത്. എന്തുകൊണ്ടാണ് അവരുടെ പ്രത്യേക പദവി നഷ്ടപ്പെടുന്നത്? ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ യുഎസ് നിയമപ്രകാരം പൗരന്മാരുടെ ജീവിത പങ്കാളികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അവർക്ക് വിസ കോട്ടകളോ പ്രത്യേക പരിധികളോ ബാധകമായിരുന്നില്ല. നിയമപരമായ പദവിയിൽ ചെറിയ പാളിച്ചകൾ സംഭവിച്ചാൽ പോലും വിവാഹത്തിലൂടെ അവർക്ക് യുഎസിൽ തുടരാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ പുതിയ മാറ്റങ്ങളോടെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിരിക്കുകയാണ്. വെറുമൊരു യുഎസ് പൗരനെ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് നാടുകടത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കില്ലെന്ന് USCIS വക്താവ് സാക് ഹാലർ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ ജനതയുടെ സുരക്ഷ മുൻനിർത്തി എല്ലാ അപേക്ഷകരുടെയും വ്യക്തിവിവരങ്ങളും പശ്ചാത്തലവും അങ്ങേയറ്റം കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്നാണ് ഭരണകൂടത്തിന്റെ വാദം. ഇത് കൂടാതെയുള്ള മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യുഎസിൽ നിലവിൽ താൽക്കാലിക വിസകളിൽ കഴിയുന്നവർ വിവാഹത്തിന് ശേഷം സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന പ്രക്രിയയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് എന്ന് വിളിക്കുന്നത്. മുൻപ് ഇത് വളരെ പതിവായി നടക്കുന്ന ഒരു പ്രക്രിയ കൂടെയായിരുന്നു. എന്നാൽ 2026 മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഇതിനായി എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് അഥവാ അസാധാരണമായ സാഹചര്യങ്ങൾ തെളിയിക്കേണ്ട അവസ്ഥയാണ്. മാത്രമല്ല, ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്ന വിദേശികളായ പങ്കാളികളോട് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവിടെയുള്ള യുഎസ് കോൺസുലേറ്റ് വഴി അപേക്ഷിക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതായി പുതിയ മെമ്മോകൾ വ്യക്തമാക്കുന്നു. യുഎസിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർ നീണ്ടതും സങ്കീർണവുമായ പരിശോധനകൾ നേരിടേണ്ടി വരുന്നു. കാലിഫോർണിയയിലെ പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണി എറിക് വെൽഷ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രീൻ കാർഡ് അഭിമുഖങ്ങൾ ഇപ്പോൾ ഒരു കുറ്റവിചാരണ പോലെയാണ് നടക്കുന്നത് എന്നാണ്. അപേക്ഷകരുടെ ഗുഡ് മോറൽ ക്യാരക്ടർ തെളിയിക്കുന്ന രേഖകൾ വരെ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്റർവ്യൂകളിൽ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. വിവാഹം വ്യാജമാണോ എന്ന് കണ്ടെത്താനാണെന്ന പേരിലാണ് ഈ പീഡനം നടക്കുന്നത്. ചെറിയൊരു സംശയം തോന്നിയാൽ പോലും അപേക്ഷ നിരസിക്കപ്പെടുകയും നാടുകടത്തൽ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇത് പല മിക്സഡ് സ്റ്റേറ്റസ് കുടുംബങ്ങളിലും വലിയ ഭീതി പടർത്തിയിരിക്കുകയാണ്. ഇമിഗ്രേഷൻ വകുപ്പുമായി ബന്ധപ്പെടാൻ പോലും പലരും ഇപ്പോൾ ഭയപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയിൽ വിവാഹത്തിലൂടെ പൗരത്വം നേടുക എന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടില്ലെങ്കിലും ആ വഴി ഇപ്പോൾ ട്രംപ് സർക്കാർ പ്രതിസന്ധികൾ നിറഞ്ഞതാക്കി മാറ്റിയിരിക്കുകയാണ്. യഥാർത്ഥ ദമ്പതികൾക്ക് പോലും തങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണെന്ന് തെളിയിക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരുന്നു. യുഎസ് പൗരനെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രം യുഎസിൽ തുടരാൻ നിയമപരമായ അവകാശമില്ല എന്ന് ട്രംപ് സർക്കാരിന്റെ നിലപാട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്.